ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മീൻ പിടുത്താണ്. ഇന്നൊരു പ്രത്യേകിച്ചൊരു പരിപാടിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മീൻ പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോക്കൊക്കെ ഉണ്ട് മീൻ പിടിക്കാൻ. അധികം ഒന്നും കിട്ടലില്ല, എന്നാലും ഇന്ന് നോക്കാം എന്തെങ്കിലും കിട്ടുമോ നോക്കാം നമുക്കിന്ന്. പൂട്ടിക്കാരൻ ഹാരിസ്, നമ്മളെ സ്വന്തം പഞ്ഞിക്കെട്ടാ ചൂണ്ടിലുള്ള പോയി വളത്തേക്ക്. അവിടെ പഞ്ഞിക്കെട്ടത്തുണ്ടാവോ? ഏരാ അന്നദാനാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ചൂണ്ടിട്ട് തുടങ്ങിയ നിർത്തലട്ടോ. അപ്പൊ ഗായ്സ്, നമ്മളൊന്ന് ചൂണ്ടിടാൻ പോവാണ്. പോയേക്ക എന്റെ കായ് തീരുന്നാവോ. ഇതുവരെ പോയിട്ട് ഇന്നേ വരെ ഒന്നും കിട്ടലൊന്നുമില്ല, എന്നാലും വെറുതെ പോവും. അപ്പൊ ഇന്നലെ ജോനെ നല്ല പോയി. ഇന്നലെ എന്തെങ്കിലും കിട്ടിയോ? ഞാൻ പഞ്ഞിക്കട്ട മീൻ കിട്ടില്ല എന്നുണ്ടെങ്കിലോ, മീൻ കിട്ടിയില്ലെങ്കിൽ നമ്മള് കായ് എടുത്ത് വാങ്ങും. ഫസലായി പോരില്ല. നല്ല പ്രൊഫഷണൽ പുട്ടക്കാരന്മാർക്ക് എന്തൊക്കെ ഉണ്ട്, തവള ഫ്രോക്കൊക്കെ ഉണ്ട്, പിന്നെ സ്റ്റിക്കും പോക്കൊക്കെ വലിയ ദർജക്കാരം അല്ലേ? വരുമ്പോ ദിലാറ ദർജക്കാരം. അതെ, ഇന്ന് നോക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുവാക്കാരം. ഇന്ന് പഞ്ഞിക്കെട്ടുണ്ട്, ഇതുവരെ പഞ്ഞിക്കെട്ട് ഉണ്ടാവില്ല. ഉറപ്പല്ലേ? കായ എടുത്ത് വാങ്ങുന്നു. നാളെ ദിവസം രാത്രി ബാരിക്കഞ്ചറ പാലത്തിന്റെ മേലെ വൈകുന്നേരം മുതൽ രാവിലെ വരെ ചൂണ്ടിട്ടിരുന്നിട്ട് ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് പെരേക്ക് പോരുമ്പോ എന്തെങ്കിലും വാങ്ങി വെച്ചിട്ട് വഞ്ചിക്കാരൊക്കെ മീൻ വാങ്ങിക്കൊണ്ട് പോയിട്ട് ഫസലല്ലോ. അതിന് മുമ്പേ നമുക്ക് കിട്ടലുണ്ട്, അന്ന് കിട്ടിയില്ല, അപ്പൊ ഞങ്ങൾ വാങ്ങി. അങ്ങനെ വളാഞ്ചേരിയുള്ള ഒരു ചൂണ്ടക്കടയിൽ കയറിയിട്ടേ നമുക്ക് ആവശ്യമായ ചൂണ്ടലും കാര്യങ്ങളൊക്കെ വാങ്ങി. അസലൂല്ലേ അവനക്കും വേണ്ടേ? ഇപ്പൊ എന്തൊക്കെ വാങ്ങി? ഫോണെന്നൊക്കെ വലിയ ദർജയിലാണ്. അങ്ങനെ നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് വാങ്ങി നമ്മൾ നേരെ പാണ്ഡ്യശാലയിൽ നിന്ന് അസുലൂനെയും കൂട്ടി. കാരണം അസുലു ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് അസുലൂനെയും കൂട്ടി നേരെ അങ്ങനെ നമ്മള് ചൂണ്ടിലിടാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നു. അങ്ങനെ പോരാ, അങ്ങനെയൊക്കെ തന്നെ വെച്ച് നമ്മൾ എത്തിക്കുന്നത് അയിലക്കാട് കാവുട്ടണ്ണത്തിൻ്റെ അവിടെയാണ്. അയിലക്കാട് KV മുഹമ്മദ് ഹാജിയുടെ കാവുട്ടണ്ണത്തിൻ്റെ അടുത്തുള്ള കുളത്തിലാണ് നമ്മളിന്ന് ചൂണ്ടിടാൻ പോണത്. നാളെ ഇവിടെ എയർപോർട്ടിൽ ഇത് ചൂണ്ടിട്ട് നല്ല മീൻ കിട്ടിയത്. അപ്പോൾ ആ ഒരു കണ്ണിങ്ങിലാണ് നമ്മൾ ഇന്നലെ വന്നിട്ടുള്ളത്. ആരിസ് ചൂണ്ടിലൊക്കെ എടുത്ത് റെഡിയായി തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഉരുട്ടി കയറ്റി അപ്പോൾ വലിച്ചല്ലേ, കുറച്ച് നേരം കറക്കട്ടെ. അടുത്തേ പൊട്ടങ്ങട തലക്ക് കത്തട്ടെ. പോരാ 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 പോരാ. കാരണവരെ ചെക്കൻ്റെ സ്റ്റിക്ക് അടിച്ചു മാറ്റിയതാണ്. ഇപ്പൊ അത് പറഞ്ഞോ. അഞ്ച് നോക്കി അത് ചെയ്തൂടെ ശരിയാക്കി കൂടെ കച്ചി കൊണ്ട് തച്ചിട്ട് കാണിച്ചാ ചൂണ്ടലതാ ഈരതാ കൊക്കലൊക്കെ കെട്ട അവനെ കെട്ട അവനെ കിട്ടുമല്ലോ അറിയില്ല. നോക്ക് മാങ്ങണ്ടേ, മാങ്ങ പോക്കുന്ന വേറെ തരം കെട്ട. നമ്മള് കോർക്കും എന്തെങ്കിലും കാര്യം കിട്ടുവക്കാരം. മഹാഭാവം ഇല്ല, മഹാഭാവം അവിടെ നിക്ക് ഈരെ. ആദ്യത്തെ മീന് പള്ളിക്കത്ത അവള് കിട്ടോ. യെസ്, കൊല്ലം ഒന്നായി നേരൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോഴും റെഡി ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് മീൻ കയറുന്ന കണ്ടോ കേട്ടോ.
അതിന്റെ മീൻ കിട്ടും നമ്മൾ ഉറപ്പിച്ചിക്കണോ എന്നിട്ടല്ലേ കവറ് ഇനിയിപ്പോ ഇവിടുന്ന് പോവില്ല പൊന്നാനിന്ന് രാമട്ടീരെ റൈസിന്റെ പോലെ അല്ലേ ഇനി ഇവിടുന്ന് പോവില്ല. നമുക്ക് ഫസ്റ്റ് മീൻ കിട്ടിയിരിക്കുന്നത് അതാ അത് കിട്ടിയത് 1.5 മുതലാട്ടോ. രക്ഷയില്ല, അത് രസം ഉണ്ട് കേട്ടാ. നമുക്ക് അടുത്ത നോക്കിയാ ഇതൊക്കെ എന്തെത്ത്. അപ്പൊ ഗായ്സ് നമ്മൾ ഫസ്റ്റ് ഒന്നിനെ കേട്ടിരിക്കാണ്. നമ്മളെ കേട്ടിലുണ്ട് ആയിരത്തി ഏറ് ഒഴിവാക്കിയാണ്ട് ഇപ്പൊ ഇതിമ കുറച്ചത്. അതെവിടെ അവിടെ എടുത്ത് വെച്ചിരിക്കണേ. അടുത്തന്നെ പിടിച്ചോ പിടിച്ചോ കേട്ടിന് കണ്ടജ്. എല്ലാരും ഒരു കുയിലിടല്ലോ മാറി മാറിയിടേ. ശ്രദ്ധിച്ചോ, അടുത്ത നമ്മളിപ്പോ പൊക്കും. അത് ചക്ക ഒടുങ്ങിയാണ് റൈസ്. ആ ചക്ക കൊടുക്കുന്നല്ല, നമ്മൾ കൊറേ ആയി കണ്ടിട്ട് ഇപ്പൊ പൊക്കും അടുത്തത്. ആരിസിന്റെ കൊണ്ടായല്ലോ. എന്തായാലും പിടിച്ചില്ലേ, എന്തായാലും എന്താ സാധനം കിട്ടിയില്ലേ. പഞ്ചിക്കട്ടെ നാണം കെട്ടിച്ച് ഇത് ഇന്ന് പൊട്ടന്മാര് ദിവസം തൊട്ടാളെ അനക്കതാ പണി. ചോട്ടാ മീൻ ഗൈസ്. അങ്ങനെ നമ്മളെ പഞ്ഞിക്കെട്ടിനും കിട്ടിയ ഒരു മീന് ഓന്റെ വാലിയുടെ ഊക്കൊണ്ട് മീനൊക്കെ പാടെ പൊന്തറുള്ളു പോയി. മീൻ കിട്ടിയത് അത് കാണിക്കില്ല, ഉള്ള പൊന്തേ കൂടെ ഒക്കെ പാടെ പോയി. പെരയില് പുല്ല് വലിച്ചാൻ പറഞ്ഞാൽ പറ്റൂല. കണ്ടില്ല ഇവിടെ വലിച്ചിടുന്നു. വീഡിയോ പിന്നെടുക്കാം. അന്തിരാറ് മേലാണ് നിക്കട്ടോ. പൊട്ടിച്ചാണ് ആയിക്കോറില്ലല്ലോ. മിനിറ്റ് പോവാണ് ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിച്ചു വന്നിട്ട് ബാക്കി പിടിച്ച അപ്പൊ അത്യാവശ്യം കിട്ടിയത്. ഇനി അവിടെ വേറൊരു സ്ഥലമുണ്ട്, ചെക്കിറാക്കാൻ തന്നെ വേറൊരു ഏരിയ ഉണ്ട് അവിടെ സ്ഥലം. അതിന് നല്ലൊരു കായലുണ്ട് പറയുന്നത്. അതിന് കൂടെ ഇട്ടുകാണ്ട് നോക്കി നോക്കാം. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ വന്ന് തിരിച്ചേക്കാം. അതായത് വന്നത് മാലായിക്കണം. അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നത് തൊട്ടടുത്തുള്ള കായലോരം എന്നുള്ള ഹോട്ടലിലേക്കാണ്. നല്ല മീൻ വറുത്തതും കറിയുണ്ട്. അങ്ങനെ ഫുഡ് ഞങ്ങൾക്ക് എത്തി. ഞാനൊരു ആവോലി പറഞ്ഞു, ആരിസൊരു കരിമീന്, അൻഷിഫ് ഒരു കണ്ണന്. മീൻ പൊരിച്ചതൊക്കെ എന്താ രസം, നല്ല ഫുഡ്. എന്ത് മർമ്മം പഞ്ഞിക്കട്ടെ അവിടെ തിന്നൂടാണ്ട് പാമ്പടെ നല്ല ഫുഡ്. ഇതിന്റെ ബില്ലിങ് എത്ര ആവണാവോ? ബില്ല് നമ്മള് നമ്മളെ പൊട്ടിക്കര അയച്ചു. ഈ പ്ലേറ്റിൽ ഫുള്ളുണ്ടായിരുന്നല്ലോ. എവിടെ പോയതിന് മുള്ളൊക്കെ വിടറാ. 3 മീൻ കൊണ്ടിരുന്നു, 2 മീനെ കാണാൻ മുള്ളു കാണുള്ളൂ. പഞ്ഞിക്കട്ടെ സംഭവം രക്ഷയില്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ടേ ഞാനൊരു കരിമീനും കൂടി ഓർഡർ ചെയ്തു. കരിമീൻ തല്ലൂടാട്ടോ പോലെ ഉണ്ടാ തല്ലൂടെ ഫുള്ള് എടുക്കല്ല അല്ല. ഇത് പണക്ക് മാത്രം പറഞ്ഞാ എന്റെ മണ്ടടി കിട്ടും. ബില്ലിട്ടി അസില ബില്ല്
ആ ബില്ലടക്കാൻ വേണ്ടി പഞ്ഞിക്കട്ട് പാഞ്ഞു വരുന്നുണ്ട്. വേം വാ. നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് എത്തിക്കാണ്. ഇതാണ് നമ്മുടെ അടുത്ത ഏരിയ. ഇവിടെ ഇത് ഫുള്ള് സെക്യൂറാക്കാൻ്റെ തന്നെ. ഇവിടെ കിട്ടുമോ ഇല്ലയോ നോക്കാം. കുറച്ച് നേരം ഇട്ടോക്കാം. കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പഴയ സ്പോട്ടിൽ തന്നെ പോവും. എന്താ എൻ്റെ നിഗമനം? കിട്ടുമോ ഇല്ലേ? കണ്ടിട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. നേരത്തെ കിട്ടുവാന്ന് അറിയില്ല. നമുക്ക് ഇട്ടോക്കാം. പഞ്ഞിക്കെട്ട് എവിടേക്കോ പോയി ചൂണ്ടിട്ട് കണ്ട് എന്തോ ഒന്ന് കച്ചി പിടിച്ച് വരുന്നുണ്ട്. എന്താ ഇത്തിരി പോകാൻ സാധനമാണ്. എന്താ നമ്മൾക്ക് ആവശ്യമില്ല. നമ്മൾ അവിടുന്ന് പൊക്കിക്കണേ കേട്ടാ. ആഴ്ച എപ്പോഴും മെച്ചമില്ല. നമുക്ക് കണ്ടു പോവാ. കണ്ണപ്പ കയറിപ്പെടാ. കണ്ടോ ഇവിടുന്ന് കിട്ടിയ മീനാണ് അസുലിൻ്റെ കയ്യിൽ. അസുലോ ഒട്ടരുണ്ടോ? ആ പഞ്ഞിക്കെട്ട് ഒന്ന് കാലത്തിന് പിടിച്ചിട്ടുണ്ട്. അല്ലാതെ എത്തൊന്നുമില്ല. നമ്മളെ പഴയ തട്ടുകത്തേക്ക് തന്നെ പോവാണ്. ഇവിടെ അപ്പോൾ ഗായ്സ് മഴ പെയ്തിരിക്കുന്നു. അതുകൊണ്ട് മീൻപിടുത്തം അവസാനിപ്പിച്ചു. കുറച്ച് മീനെ കിട്ടി. പഞ്ഞിക്കേട്ടാ എതിരാ സെറ്റല്ലേ? പഞ്ഞിക്കേട്ടാ അല്ലേ? അതെ. അങ്ങനെ നമ്മളിതാ മീൻപിടുത്തം കഴിഞ്ഞു. നമ്മൾ പോണ വഴിക്ക് ഇവിടെ ഒന്ന് കയറിയതാ. ഇത് ആരെ വീടാണ് ആരെ തൊഴുത്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ സെക്യൂറാക്കാനെന്ന് ഇറങ്ങി എടപ്പാളിലെത്തിയപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ കംപ്ലൈൻറ്റ് ആയി. തല്ലാപ്പ് വണ്ടി. അപ്പൊ ആരിച്ചത് നേരെ കണ്ട് മീൻ പിടിച്ചാൽ വന്ന നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എടപ്പാട് സെന്ററിൽ വണ്ടി നിന്നിരിക്കുന്നു. തള്ളിക്കൊണ്ടോണ്. കേരളം അറിയപ്പെടുന്ന ഒരു കൂട്ടിക്കാരനാണ് ഈ തള്ളുന്നുള്ള കാര്യം ഓർമ്മ വേണം. അതല്ലേ? അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ മീനാണ് ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയും തോനെ മീൻ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. എല്ലാ മീനിൻ്റെയും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ അടുത്ത എന്തെങ്കിലും പരിപാടിയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.